ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. വെൽക്കം ടു മൈ ചാനൽ. ഹബീബി, നമ്മളിന്ന് പോകുന്നത് കൊച്ചിയിലേക്കാണ് കേട്ടോ. ഫാമിലി ആയിട്ട് നമ്മൾ കൊച്ചി മറൈൻ ഡ്രൈവ് അതുപോലെ മെട്രോ ഒക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത് കേട്ടോ. നമ്മൾ കൊടകരയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്ന വഴിയിൽ കൊരട്ടി ഭാഗത്ത് നല്ല ബ്ലോക്കാണ് കേട്ടോ. മുരിങ്ങൂര് അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ബ്രിഡ്ജിൻ്റെ വർക്ക് നടക്കുന്ന കാരണം കൊണ്ട് തന്നെ ബ്ലോക്ക് ഉണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ ദിവസങ്ങളിലും. എന്നത്തെയും പോലെ നമ്മളെവിടേക്കെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും മഴയാണ്, അല്ലാതെ തന്നെ എല്ലാ ദിവസവും മഴയാണ് കേട്ടോ. പക്ഷെ പൊതുവേ നമ്മൾ എവിടേക്കെങ്കിലും ഇറങ്ങുന്നൊരു സമയം നോക്കി നിൽക്കുമായിരിക്കും മഴ പെയ്യാനായിട്ട്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഗൈസ് മഴയുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഷോർട്ട് കട്ടൊന്നും കയറാമെന്നില്ല കേട്ടോ. കൊടകരയിൽ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ NH വഴി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷോർട്ട് കട്ടൊന്നും നമ്മൾ പിടിക്കാൻ നിന്നിട്ടില്ല. നമ്മൾ വെക്കേഷന് വരുമ്പോഴാണ് കേട്ടോ ഫാമിലിക്കൊക്കെ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക. നമ്മൾ വർഷങ്ങളായിട്ട് പുറത്തായതുകൊണ്ട് നമ്മൾ ഈ വെക്കേഷൻ വരുമ്പോൾ ഇവരൊക്കെ കൂട്ടിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാൻ പോകും. അപ്പോൾ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ പോകുക കേട്ടോ. അല്ലെങ്കിൽ ഇവർക്കൊക്കെ അതൊരു ബോറിംഗ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മൾ മക്കളൊക്കെ വരുമ്പോഴായിരിക്കും ഒന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചവർ നിൽക്കുന്നത്. അച്ഛനമ്മ വൈഫ് മക്കളൊക്കെ ഇവർക്കൊക്കെ ആഗ്രഹം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ സാധിച്ചു കൊടുക്കുക. നമ്മളീ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അപ്പോളോ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് അങ്കമാലി അടുത്ത തറാവുമ്പോഴുള്ള അപ്പോളോ ഹോസ്പിറ്റലാണ് നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് കേട്ടോ. പൊതുവെ ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ് കവർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ബ്ലോക്കൊന്നും കാണാനില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഉച്ച സമയത്താണ്, അതുകൊണ്ട് ഇത്തിരി ബ്ലോക്ക് കുറവാണ്. നമ്മൾ പാലുവെത്തി കാലത്ത് വൈകിട്ടെന്ന് പറയുന്ന ജോലിക്കാരൊക്കെ ഇറങ്ങുന്ന സമയമാണ്, അതുകൊണ്ട് കുറച്ച് റഷായിരിക്കും, അതുകൊണ്ട് ബ്ലോക്കും കൂടുതലായിരിക്കും. ഇപ്പോൾ നമ്മൾ ആ റോഡൊക്കെ കവർ ചെയ്ത് പോകുന്നത്. നമ്മൾ ഷോർട്ട് കട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്ററൊക്കെ കൂടുതലായിട്ടാണ് നമുക്ക് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അവിടേക്കൊന്നും പോകാൻ നിന്നിട്ടില്ല. നമ്മൾ സ്ട്രെയിറ്റ് പോകുന്ന കാരണം കൊണ്ട് ബ്ലോക്കും ഇല്ല, നമുക്ക് സമയ ലാഭമായി, കിലോമീറ്റർ ലാഭമായി. പക്ഷേ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഞാൻ പറഞ്ഞില്ല, ഉച്ച സമയത്ത് കുഴപ്പമുണ്ടാവില്ല, കാലത്ത് വൈകിട്ടൊക്കെ റഷായിരിക്കും. നമ്മളിത് മെട്രോ ലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ആലുവ കഴിഞ്ഞ് മെട്രോ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ കാണുന്നത് ദാണ്ടെ നീതൂസ് അക്കാദമി. അത് ഇവർ അബ്രോഡ് സ്റ്റഡീസ് മറ്റുള്ള ലാംഗ്വേജ് ഒക്കെ പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കേട്ടോ. ഇവരെ നമ്മൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിപ്പോൾ അടുത്ത് ഒരു വയനാട്ടിലുള്ളൊരു പുള്ളിക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ടോ, ഒരു നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായി. നമ്മൾ വല്ലാർപ്പാടം വഴി പോകാമെന്ന് വിചാരിച്ചിട്ടോ. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഴ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നല്ല റോഡാണ്, NH 966 ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ തിരിയുന്നത് കേട്ടോ. ഓവർ ബ്രിഡ്ജിൻ്റെ അടിയിൽ നിന്ന് വല്ലാർപ്പാടം കണ്ടെയ്നർ റോഡ് നമ്മൾ പോവുകയാണ്. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോകാട്ടോ. സ്ട്രൈറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഹൈക്കോർട്ട് ജംഗ്ഷൻ അതുപോലെ MG റോഡ് അവിടെ നിന്ന് നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് നമുക്ക് പാസ് ചെയ്ത് കടക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് കുഴപ്പമുണ്ടാവില്ല. അല്ലാത്ത സമയത്ത് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ബ്ലോക്കും ട്രാഫിക് റഷായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വഴി പോകുമ്പോൾ നമുക്ക് ടോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലേ പാസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമുക്ക് പവിലിയൻ വരുന്നുണ്ട്. പവിലിയൻ അതുപോലെ ചാക്കോളാസ് കൺവെൻഷൻ സെൻ്ററൊക്കെയാണ് കേട്ടോ ഇത് വരുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് ഡെക്കാത്തലോൺ കാണാം ഈ ഭാഗത്തായിട്ട്. ഈ വഴിയൊക്കെ നമ്മൾ മുൻപ് ഒരുപാട് വണ്ടി ഓടിച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ടിപ്പർ ഓടിച്ചിരുന്നതാണ്. എറണാകുളത്ത് കുറച്ച് നാൾ നമ്മളിവിടെ ഉണ്ടായിരുന്നു. മണ്ണടി കാര്യങ്ങളൊക്കെ ആയിട്ട് എക്സ്പ്രസ് ആയിട്ട് ഇതിൽ പടച്ചിരുന്ന വഴിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയാണ് കേട്ടോ. റോഡ് നല്ല സെറ്റാണിത്, നൈസാണ് ഇതിൽ യാത്ര ചെയ്യാനായിട്ട്. കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞാൽ നമുക്ക് റൈറ്റിലും ലെഫ്റ്റിലൊക്കെ കായൽ തീരങ്ങൾ കാണാം, നമുക്ക് കായലുകളാണ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് റോഡ് ഇത്തിരി മോശമായിട്ട് നിൽക്കുന്നത്. നമുക്ക് ഇത്
ഇവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് പോകണം കേട്ടോ, വൈപ്പിൻ റോഡ്. അവിടെ വൈപ്പിനിലോട്ട് പോകണ്ട, നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ വൈപ്പിൻ ഫോട്ടോ വെച്ചൊക്കെ നമുക്ക് റൈറ്റിലോട്ട് തിരിഞ്ഞു പോകാം. നമുക്ക് ലെഫ്റ്റിൽ ഗ്രാൻഡ് ഹയാത്ത്, ലുലു കൺവെൻഷൻ ഗ്രാൻഡ് ഹയാത്തിൻ്റെ സൈഡിലൂടെ വേണം നമുക്ക് പോകാനായിട്ട് കേട്ടോ. നമ്മൾ ബീച്ച് സൈഡിലോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. കണ്ടതിൽ ഈ കായലിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് കാണാം. അതിനിടയിൽ നമ്മുടെ മൂത്ത മോള് ഇവിടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് കഥ കേൾക്കാം. വായിക്കിടാൻ പോയിട്ട അത് കഴിഞ്ഞിട്ട് ബോണ്ടെന്ന് പറഞ്ഞപ്പില് മനസ്സിലായില്ല. തിന്ന് പോണം ആശയം കാണിച്ചു ബോണ്ടെന്ന് പറഞ്ഞ് ആക്കി തമാശ. അങ്ങനെ നമ്മൾ NH 966 ടോളിൽ വന്നെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടോള് ഫാസ്ടാഗ് ഇല്ല, ഫാസ്ടാഗ് ഉണ്ട്, പക്ഷെ നമ്മൾ റീചാർജ് ചെയ്തിട്ടില്ല. ഫാസ്ടാഗ് ഉള്ളവർക്ക് അങ്ങനെ പാസ് ചെയ്ത് പോകാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ടോള് വരുന്നത് കാറിന് വൺ സൈഡ് 130 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞത് ഈ ബസ് പോകുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോൾഗാട്ടി പാലസ് ആണെങ്കിൽ വിസിറ്റ് ചെയ്യാം. 700 മീറ്ററാണ് കേട്ടോ വരുന്നത് ബോൾഗാട്ടി പാലസ്. നമ്മൾ ഈ ബ്രിഡ്ജ് കയറി നേരെ പോവുകയാണ് കേട്ടോ. ഇവിടെ റൈറ്റ് സൈഡിൽ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ പാക്കേജ് പോകുന്ന ബോട്ടുകളൊക്കെയാണ് കാണുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കൊച്ചിയുടെ ഒരു വ്യൂ കാണാം കേട്ടോ. ഏറെക്കുറെ കണ്ട കായൽ തീരങ്ങൾ ഫുള്ള് വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഫ്ലാറ്റുകൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലൊക്കെ ഒരുപാട്. ഇനിയിപ്പോൾ ഇപ്പോൾ അടുത്ത് നമ്മുടെ ലുലുവിൻ്റെ 2 ടിൻസ് ടവർ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊച്ചി ഭാഗത്ത് തന്നെയാണ്. അമ്പരച്ചുംബികളായ വലിയ വലിയ ഫ്ലാറ്റുകളാണ് കേട്ടോ. നമുക്കിത് ഈ റൗണ്ട് ബോട്ട് എടുത്ത് നമുക്ക് റൈറ്റിലോട്ട് പോകണം. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ ഒരു പാതാളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ചിലവരൊക്കെ പാതാളം എന്നുള്ള സ്ഥലമൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും. ഇവിടെ അങ്ങനെ ഒരു സ്ഥലം വരുന്നുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിയിൽ അമ്പരച്ചുംബികളായിട്ട് നിൽക്കുന്ന വലിയ വലിയ ഫ്ലാറ്റുകളായിട്ടുള്ള കെട്ടിടങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ ഈ കാണുന്നത് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനാണ് കേട്ടോ. റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മറൈൻ ഡ്രൈവിലോട്ട് നമുക്ക് എത്തിച്ചെല്ലാം. മറൈൻ പ്ലാസ.
ഇവിടെയൊക്കെ ഇപ്പോഴല്ലാട്ട തിരക്ക്. ഇത് കണ്ടില്ലേ, പ്രൈവറ്റ് ബസ്സൊക്കെ ഇത് ഫ്രീ ആയിട്ട് പോകുന്നുട്ടോ. ഇപ്പോഴല്ല ഇവിടുത്തെ തിരക്കൊക്കെ കേട്ടോ, വൈകിട്ടാണ്, വൈകുന്നേരം നേരങ്ങളിലുള്ള തിരക്ക് അപാര തിരക്കായിരിക്കും കേട്ടോ. നമ്മളിത് ഏകദേശം ലെഫ്റ്റ് സൈഡ് MG റോഡ് ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ് എത്താറായി കേട്ടോ നമുക്ക്. ഇനി നമ്മൾ സ്ട്രൈറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി പാർക്കിംഗ് ആണ് നോക്കേണ്ടത്. പാർക്കിംഗ് തിരയണം നമ്മൾ, റൈറ്റിൽ എവിടെയെങ്കിലും പാർക്കിംഗ് തിരയണം. റൈറ്റ് സൈഡിലായിട്ടാണ് നമുക്ക് മറൈൻ ഡ്രൈവ് വരുന്നത്. ഇതാണ് ജംഗ്ഷൻ കേട്ടോ, കണ്ടില്ലേ. ഇവിടുന്ന് റൈറ്റിലോട്ട് നമുക്ക് വരുന്നത് ഫുള്ള് മറൈൻ ഡ്രൈവിൻ്റെ സൈഡാണ് കേട്ടോ നമുക്ക് വരുന്നത്. കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കോളേജൊക്കെ കാണാം, സെൻറ്റ് തെരേസ കോളേജ് അതൊക്കെ വരുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. ലെഫ്റ്റ് സൈഡിൽ കണ്ടില്ലേ നമുക്ക് ആതിര ടെക്സ്റ്റൈൽസ്, അതുപോലെ ആതിര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇതൊക്കെ കാണാം കേട്ടോ. നമ്മുടെ അവിടെയുള്ള ഫ്രണ്ട്സൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ട്. അവർ ഇങ്ങനത്തെ ഒരു ഷോപ്പിൻ്റെ പേര് പറഞ്ഞതായിട്ടാണ് ഓർമ്മ. അതുപോലെ നമുക്ക് ഒരുപാട് ഷോപ്പുകൾ കാണാം. റൈറ്റ് സൈഡിൽ നമുക്ക് വാട്ടർ മെട്രോ, അതുപോലെ ബോട്ടിംഗ് സർവീസ് കാര്യങ്ങൾ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. ടൂർ പാക്കേജ് സർവീസുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് പാർക്കിംഗ് കുറച്ചും കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെന്ന് നമുക്കൊരു സിലിക്കോൺ സൂപ്പർ മാർക്കറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് നോക്കട്ടെ, അവിടെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഒരു പ്രതീക്ഷ കിട്ടുള്ളൂ എന്ന്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വഴി നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ KSRTC സ്റ്റാൻഡ്, അതുപോലെ തന്നെ പ്രസ് ക്ലബ്ബ് ഇതൊക്കെ നമുക്ക് ഈ വഴിയിൽ കാണാം കേട്ടോ. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ക്രിസ്ത്യൻ പള്ളി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് U-ടേൺ അടിച്ച് വരണം നമുക്ക് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ പറഞ്ഞ സിലിക്കോൺ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ ഒരു പാൻ പാർക്ക് ഉണ്ട്, അത് കുറച്ച് ബാക്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. നമുക്ക് അവിടെ ചെന്ന് നമുക്ക് U-ടേൺ അടിച്ചിട്ട് വരാം. ഒരു അടിപൊളി പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ U-ടേൺ അടിച്ച് വന്ന് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പോർഷനിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. ഇവിടെ നമുക്ക് അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട്. പാർക്കിങ് പാൻ പാർക്കാണ്, എന്നാലും കുറച്ച് വണ്ടികൾ ഇടാനുള്ള ഒരു സ്പേസ് വരുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പാർക്കിംഗ് സ്പേസ് കിട്ടി കേട്ടോ. 100 രൂപയാണ് ചാർജ്. നമുക്ക് ഇട്ടിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വൈകുന്നേരമൊക്കെ വരാം, കുഴപ്പമില്ല. എപ്പോൾ വേണമെങ്കിലും വന്നാൽ മതി. ഇവിടെ പാർക്ക് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മറൈൻ ഡ്രൈവിലേക്കാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ആക്സസ് ഉണ്ട് കേട്ടോ. ഇവിടെ സുഖമായിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം മറൈൻ ഡ്രൈവിലേക്ക്. ഇവിടുന്ന് ജസ്റ്റ് 2 സ്റ്റെപ്പ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ മറൈൻ ഡ്രൈവിലെ വാക്ക് സ്ട്രീറ്റിലേക്ക് നമ്മൾ കയറും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അങ്ങനെ മറൈൻ ഡ്രൈവ് എത്തിരിക്കുകയാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് കാഴ്ച. ഇന്ന് ശാന്തമായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. മഴയൊക്കെ പെയ്തിട്ടുണ്ട്, അത് കാരണം കൊണ്ട് തന്നെ കുറച്ച് തിരക്ക് കുറവാണ്, വലിയ തിരക്കൊന്നും ഇല്ല. നല്ല അടിപൊളിയായിട്ട് ഇൻ്റർലോക്ക് വിരിച്ച ഒരു നടപ്പാതയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് പറയുന്നത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്ന സീറ്റിങ്ങുകൾ നമുക്ക് കടലിനോട് മുഖാമുഖമാക്കിയിട്ട് ഇട്ടിരിക്കുന്ന സീറ്റിങ്, അത്യാവശ്യം നല്ല കാറ്റൊക്കെ കൊണ്ട്. മഴയുള്ളപ്പോൾ നമുക്ക് പറ്റില്ല കേട്ടോ. മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കയറി നിൽക്കാൻ ഏതെങ്കിലുമൊക്കെ ഷോപ്പിലോട്ട് കയറി നിൽക്കേണ്ടി വരും. അതിനുള്ള സൗകര്യം ഇവിടെ കുറവാണ്. പക്ഷേ നമുക്ക് മഴയില്ലാത്ത ടൈമിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മഴ പെയ്ത് തോർന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളിയാണ്. ഇവിടെ നമ്മൾ നടക്കുമ്പോൾ ഒരുപാട് ബോട്ടിംഗ് സർവീസിനായിട്ട് വന്നിട്ട് പല ആളുകളും നമ്മളോട് സംസാരിക്കുന്നുണ്ടാവും. കൂൾ ഡ്രിങ്ക്സ്, അതുപോലെ സ്നാക്സ്, നമുക്ക് ഫുഡ് കഴിക്കാൻ, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ഷോപ്പ്, ഇതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്.
പിന്നെ ഒരുപാട് പേര് നമ്മുടെ ഞാൻ പറഞ്ഞില്ല ഇതുപോലെ ബോട്ടിങ് സർവീസിന് വേണ്ടിയിട്ട് പലരും പല റേറ്റിൽ വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പെർ പേഴ്സൺ കൂടുതൽ പേരും പറയുന്നത് പെർ പേഴ്സൺ 100 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ്. ഇത് 1 മണിക്കൂർ പോയിട്ട് റൗണ്ട് അടിച്ച് തിരിച്ചു വരുന്നതാണ് അവർ പറയുന്നത് കേട്ടോ. ബോൾഗാട്ടി, ഗ്രാൻഡ് ഹയാത്ത്, അതുപോലെ അപ്പുറത്തെ കടവ് ഇതൊക്കെ കാണിച്ച് അവർ തിരിച്ചിവിടെ കൊടുന്ന് ഇറക്കുന്ന പറയുന്നു. ഏത് ഇവിടെ എന്താ അബ്ദുൽ കലാം, ഡോക്ടർ അബ്ദുൽ കലാം. അല്ല ഇപ്പൊ വേണ്ട, ഇപ്പൊ ഫുള്ള് ബോട്ടിങ് നടക്കട്ടെ. അവിടെ എന്തോ ഫങ്ഷൻ പരിപാടി ഇവിടെയാണ് ഇത് വരുന്നത്. സൂപ്പർ റിയാലിറ്റി ഷോ 5-ാം തീയതി ഇവിടെ നമുക്കൊരു റിയാലിറ്റി ഷോയുടെ പരിപാടി വരുന്നുണ്ട് കേട്ടോ. മറൈൻ ഡ്രൈവിൽ ഡാൻസ് കളിക്കാൻ കേട്ടോ. പൈസ എന്തേ? പൈസ താണോ? പൈസ കൊടുക്കടാ. അതിനകത്തില്ലേ? ഇത്താത്താനെ വീക്കണ പോലെ എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായുള്ളൂ. അന്നാലേ പൊട്ടുള്ളൂ. അങ്ങനെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരുപാട് നേരമായി നടക്കുന്നു, വിശന്ന് തുടങ്ങി, അത്യാവശ്യം നല്ല രീതിയിലുള്ള വിശപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ സൈക്ലിംഗ് ഒക്കെ വരുന്നുണ്ട്. സൈക്ലിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇത് അത്യാവശ്യം വാക്കിംഗ് സ്ട്രീറ്റ് അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൈക്ലിംഗ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് കാണുന്നത്, കണ്ടാം വാട്ടർ മെട്രോ കാണാം. നമുക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് അത്യാവശ്യം മനോഹരമായ വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. ഈ കടൽ അതുപോലെ ബോട്ടൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പുറത്ത് നമുക്ക് ഷിപ്പ് യാർഡൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ ഓർഡർ ചെയ്തിരിക്കുന്നത് നാടൻ ഊണ് മീൻ വറുത്താണ് കേട്ടോ. മീൻ ഞാൻ ചോദിച്ചു ഇവരോട്, ട്രോളിംഗ് ഒക്കെ കാരണം കൊണ്ട് മീൻ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ചാള കുഴപ്പമില്ല എന്ന് പറഞ്ഞ്, നല്ലതാന്ന് പറഞ്ഞ് അങ്ങനെ ചാള നമ്മൾ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നാടൻ ഊണ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് എവിടെ പോയാലും നാടൻ ഊണ് കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ നമുക്ക് ഒരു നല്ലതെന്ന് പറയുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയ സമയത്ത് മഴ തന്നെയാണ് കേട്ടോ, മഴയാണ്. പിന്നെ ഇവിടെയാണ് നമുക്ക് വാട്ടർ മെട്രോയുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഷോപ്പുകൾ കാണാം. അത് റെൻ്റലിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പണിതിട്ടിരിക്കുന്നതാണെന്ന് അറിയില്ല, എന്തായാലും അത് ഷോപ്പുകൾ കാണാം. അപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് പ്രവേശനം എൻട്രൻസ് വരുന്നുണ്ട്. നമുക്ക് സ്കാനറൊക്കെ വെച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ എയർപോർട്ടിലൊക്കെ പോലെ സ്കാനർ അതിൻ്റെ മെട്രോയിലെ പോലെ തന്നെ മെട്രോയിലും ഉണ്ട് കേട്ടോ ഇതൊക്കെ. അതെ, അവിടെ നിന്ന് നമുക്കൊരു കാണാം വാട്ടർ മെട്രോ വരണം. അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ബോട്ടിങ്ങിൽ. ഇതിൽ പെർ പേഴ്സൺ എത്ര
നമുക്ക് 40 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അപ്പുറത്ത് ഫോർട്ട് കൊച്ചി വൈപ്പിനിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് 40 രൂപയാണ് കേട്ടോ. 20 മിനിറ്റ് കൂടുമ്പോൾ ഇടവിട്ടിട്ട് ഇത് ബോട്ടിംഗ് സർവീസ് വരുന്നുണ്ട് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തുള്ള പ്രൈവറ്റ് ബോട്ടുകൾ അവർ 1 മണിക്കൂർ റൗണ്ട് അടിച്ച് വിസിറ്റ് ചെയ്ത് വരുന്നതിന് 100 രൂപയാണ് കേട്ടോ പറയുന്നത് പെർ ഹെഡ്. അപ്പോൾ നമുക്ക് പോകേണ്ടവർക്ക് പോകാം. രാത്രി 11 മണി വരെയാണ് കേട്ടോ സർവീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ ഒക്കെ ആസ്വദിച്ച് നമ്മൾ നേരെ യാത്ര തിരിച്ചിട്ട് നമ്മൾ ആലുവ കമ്പനിപ്പടിയിൽ കൊണ്ടുവന്ന് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവർക്ക് മെട്രോയിൽ യാത്ര ചെയ്യണം എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ മെട്രോയിൽ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ ഇവിടുന്ന് ആലുവ കമ്പനിപ്പടിയിൽ നിന്ന് നമ്മൾ പോകുന്നത് എടപ്പള്ളിക്കാണ് കേട്ടോ. എടപ്പള്ളി ലുലു ജംഗ്ഷനിലേക്കാണ് നമ്മൾ മെട്രോ കയറാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കണ്ടില്ലേ, മെട്രോയുടെ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് നമുക്ക് അടിപൊളി വ്യൂ ആണ് കേട്ടോ കിട്ടുന്നത്. രാത്രിയിൽ നല്ല രസമാണ് വണ്ടികൾ എല്ലാം പോകുന്നത് കാണാനായിട്ട്. ഒരു സൈഡിൽ നോക്കിയ വണ്ടികൾ ഫോർവേഡ്, അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്ക് സൈഡാണ് കിട്ടുന്നത് കേട്ടോ. കണ്ടില്ലേ, അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം ബാക്ക് ലൈറ്റ്, മറ്റേ സൈഡിൽ നമുക്ക് ഫ്രണ്ട് ലൈറ്റും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് 90-ന് മുകളിൽ ഹൈറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികൾക്കും ടിക്കറ്റ് വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ സ്കാൻ ചെയ്ത് അവിടെ നിന്ന് കയറി മെട്രോയിൽ കയറിയിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി കേട്ടോ. ലുലു ജംഗ്ഷനിൽ നമ്മൾ വന്ന് ഇറങ്ങി. ലുലു ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ ലുലുവിലേക്കാണ് എൻ്റർ ആവുന്നത് കേട്ടോ. കണ്ടില്ലേ, മെട്രോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങിയിട്ട് ലുലുവിൻ്റെ എൻട്രൻസ് ഉണ്ട്. ഇവിടെ ഒരു ട്രെയിൻ രൂപത്തിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു ട്രെയിനിൻ്റെ ബോഗി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവർ ഇതിന് ഷേപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കഴിച്ച് നമ്മൾ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ് കേട്ടോ. നമ്മളിവിടെയൊക്കെ നേരത്തെ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവർക്ക് മെട്രോ കയറണം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് മാത്രമാണ് ഇവിടേക്ക് വന്നിട്ട്. ഇവിടെയൊക്കെ വന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ വേറെ കറങ്ങാനൊന്നും നമ്മൾ നിൽക്കുന്നില്ല. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോയിട്ട് കുട്ടികളുണ്ടല്ലോ, അവർക്ക് പ്ലേ സ്റ്റേഷനിൽ കളിക്കുക എന്നുള്ള ഒരു രീതിയിലാട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ടോയ്സ് ഷോപ്പ് വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ ഇവിടെ നമ്മുടെ പയ്യന്മാർ ഇവിടെ കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് എങ്ങനെയാണ്, ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത രീതിയിലാണ് അവർ നിൽക്കുന്നത് കേട്ടോ. ഇതെങ്ങനെയാണ് കളിക്കുക എന്നുള്ള ഒരു ഐഡിയ കിട്ടാതെയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ അടിയിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഇവർ ഒരുപാട് ഡിസ്കൗണ്ട് സെയിൽ വഹിച്ചിട്ടുണ്ട് കേട്ടോ. 50% ഓഫറിൽ ഒരുപാട് ഐറ്റംസ് അവർ ഹാളിൻ്റെ സെൻട്രലായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. 50% ഓഫറിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൽ. നമ്മുടെ ചെക്കൻ തുടങ്ങി കേട്ടോ. നമ്മുടെ പ്ലേ സ്റ്റേഷനിൽ കയറി അവൻ വണ്ടിയിൽ അവൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് അവൻ ഡ്രൈവ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ ഓരോ റൈഡിനും നമുക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സിംഗിളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർഡ് വരുന്നുണ്ട്. ഇവരുടെ കാർഡ് എടുക്കണം എന്നിട്ടാ നമുക്ക് ഓരോ റൈഡിൽ കയറണം എന്നുണ്ടെങ്കിൽ ഇവരുടെ കാർഡ് നമ്മൾ എടുക്കേണ്ടതുണ്ട്. അത് ഏറ്റവും ലോ ആയിട്ട് വരുന്ന കാർഡ് എന്ന് പറയുന്നത്, ഏറ്റവും ചെറിയ കാർഡ് എന്ന് പറയുന്നത് 1150 രൂപ മുതലായിട്ടത് സ്റ്റാർട്ടാവുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിന് മുകളിലേക്ക് നമുക്ക് 3500 അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാർഡ്. അപ്പോൾ ഈ 1150 രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തീരുന്നവരെ നമുക്ക് ഉള്ള റൈഡുകളിൽ കയറാട്ടോ. അപ്പോൾ ഓരോ റൈഡിനും അതിൻ്റേതായ റേറ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ചിലതിന് 90, ചിലതിന് 150, 100, 65 അങ്ങനെയാണ് കേട്ടോ. ഈ കാർഡിലെ പൈസ തീരുന്നവരെ നമുക്ക് ഇതിൽ കളിക്കാം. അങ്ങനെ നമ്മൾ കാർഡ് എടുത്തത് നമ്മുടെ ചെക്കനത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് എടുത്തിട്ട് ഞാൻ ഉപയോഗിച്ചില്ല. ഇവരിതിൻ്റെ ഉള്ളിൽ എത്തേണ്ട താമസമുള്ളൂ കേട്ടോ. ഇവർക്ക് അതിൽ കയറണം, ഇതിൽ കയറണം, അങ്ങനെ പല റൈഡിലും കയറണം എന്ന് പറയും. പക്ഷെ ഇവിടെ ഹൈറ്റ് ലിമിറ്റ്, അതുപോലെ കുട്ടികളുടെ ഇത് നോക്കുന്നുണ്ട് കേട്ടോ. അവർ കുട്ടികളുടെ ഹൈറ്റ് ലിമിറ്റ്, ചെറിയ കുട്ടികൾക്ക് അവിടെ അവർ ഓരോ റൈഡിനും അവർ ഹൈറ്റിൻ്റെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് കേട്ടോ അതിൽ കയറാൻ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഗ്രീനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ കയറാൻ പറ്റുള്ളൂ. മിനിമം ചിലതിലൊക്കെ ഹൈറ്റ് 100, 105, 110 കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ
ചെക്കന് ചിലതിൽ കയറി 1-2 റൈഡിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ കയറാൻ പറ്റുള്ളൂ. മോൾക്ക് കയറാണ്ട, മോൾക്ക് അത്യാവശ്യം റൈഡിൽ കയറാം. ഒറ്റയ്ക്ക് ഐസ പിന്നെ അത്യാവശ്യം നമ്മളെന്താ പറയുക പേടിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ കാര്യമായിട്ടുള്ള റൈഡൊന്നും ഇല്ല, എന്നാലും ചെറിയ രീതിയിൽ ഐസ ഉള്ള റൈഡുകൾ ഉണ്ട് കേട്ടോ. എല്ലാ ഇത്തിരി കുതിരകളുമായിട്ട് കുട്ടികൾക്ക് ഒറ്റയ്ക്ക് കയറാൻ ഞാൻ പറ്റാത്തത്, വണ്ടി അതിൽ ഇവർ കുട്ടികളെ കയറ്റില്ല. തല ആർക്ക് ഓ അച്ഛോ ഒരു 2-3 റൗണ്ട് ആയിട്ടുള്ളൂ കേട്ടോ. അവിടെ തല്ലു തുടങ്ങി. ആ ഓ നേരത്തെ ടാറ്റ തരാൻ നേരം ഉണ്ടായില്ല അവന്. ചില റൈഡിലൊക്കെ കയറിയാൽ ഭയങ്കര രസമാട്ടോ, പിള്ളേരെ പിടിച്ചിറക്കണം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇവരെന്ന് വെച്ചാൽ വിട്ടുപോയില്ലല്ലോ, ഇവർക്ക് ഭയങ്കര രസമാണ്. അതിനൊരു ടൈമുണ്ട്, അത് കഴിഞ്ഞ് അവർ സ്റ്റോപ്പ് ആക്കില്ല. പിന്നെ നമുക്കൊരു സെക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ, അത് നമ്മുടെ ചേച്ചി ഇത് പിടിച്ചു വലിച്ചു കൊണ്ടുവരും. പിന്നെ ഈ കാർ റേസ് നമുക്ക് വലിയവർക്കുള്ളതാണ് കേട്ടോ. ഇതിൽ കുട്ടികളെ അവർ കയറ്റില്ല. ഇതിൽ അത്യാവശ്യം നല്ല ഇടി അടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഞ്ചോർഡ് ആവാൻ വഴിയുണ്ട്, അത് കാരണം കൊണ്ട് കുട്ടികളെ കയറ്റില്ല കേട്ടോ. ഇത് സംഭവം നമ്മൾ എവിടെ കണ്ടാലും കയറാറുണ്ട് കേട്ടോ. നല്ല രസമാണ് ഇത്. നമുക്ക് കുറച്ച് ടൈം കിട്ടുക, പക്ഷെ അത്യാവശ്യം നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമാണ് ഇത്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൂടുതൽ ആൾക്കാർ വേണം ഇതിൽ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നല്ല ഇടിയൊക്കെ ഇടിച്ച് കുറച്ച് ഡാമേജ് ആക്കാം. ഇതാകെ നമ്മൾ 3 പേര് കയറിയിട്ടുള്ളൂ കേട്ടോ. ഇവിടെ നമ്മളെ വലിയ കാര്യമായിട്ട് പേടിപ്പിക്കാവുന്ന ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതാണ്ട ഈ ഒരു സാധനം കേട്ടോ, ഈ സംഭവം നമ്മൾ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നമുക്ക് വലിയവർക്ക് ഒരു ഹരമാണ് കേട്ടോ, കുഴപ്പമില്ല. അതിൽ നമ്മൾ കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൽ നമ്മൾ നിൽക്കുന്ന പോർഷൻ ഡൗൺ ആയി പോകും കേട്ടോ, താഴ്ന്നു പോകും. പിന്നെ നമ്മളതിലൊരു ഗാന്ധം പറ്റിപ്പിടിച്ച പോലെ കിടക്കണം. അത് നല്ല അത്യാവശ്യം നല്ല സ്പീഡിൽ കറങ്ങുന്നത്. നമ്മളതിൻ്റെ ഉള്ളിൽ നിന്ന് എണീക്കാൻ നോക്കിയിട്ടോ, പക്ഷെ പറ്റുണ്ടായില്ല കേട്ടോ. ഇത് സംഭവം കൊള്ളാം, കുഴപ്പമില്ല. ഹബീബി, അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. നമ്മൾ ഈ റൈഡും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ് കേട്ടോ. ഓക്കെ, പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ബൈ. മുഴുവൻ കാടുകളുള്ള